നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഉയർന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിർത്തി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ നിയമലംഘനം നടത്തിക്കൊണ്ട് വെടിവയ്പ് നടത്തിയതും ഷെല്ലാക്രമണം നടത്തിയപ്പോൾ ഗുരുതരമായിട്ടും അല്ലാതെയൊക്കെ തന്നെ നിരവധി ആളുകൾക്കാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. പക്ഷേ ഇപ്പോഴും ആ മേഖലകളിലൊക്കെ തന്നെ അതീവ സുരക്ഷയാണ് നൽകുന്നത്. അവിടെ മാത്രമല്ല, പല രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലടക്കം തന്നെ കനത്ത സുരക്ഷ തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഗുജറാത്തിൻ്റെ അന്താരാഷ്ട്ര അതിർത്തി ജില്ലയായ ബനസ്കന്ധയിലെ ജനങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ബ്ലാക്ക് ഔട്ട് പ്രോട്ടോകോൾ പാലിക്കുന്നത്. പാകിസ്ഥാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഗ്രാമവാസികൾ ഇപ്പോഴും പ്രോട്ടോകോൾ പാലിക്കുകയാണ്. കല്യാണം പോലുള്ള ആഘോഷങ്ങളിൽ വെളിച്ചം ഒഴിവാക്കിയാണ് ബ്ലാക്ക് ഔട്ട് പാലിക്കുന്നത്. നിശബ്ദമായ വിവാഹാഘോഷങ്ങളിൽ വെളിച്ചം തനിയെ പരക്കുന്നത് തടയാൻ സോളാർ പാനലുകൾ പോലും വിച്ഛേദിക്കുന്നു. പരമ്പരാഗത രീതികൾ ഒഴിവാക്കി സംഗീതമോ രാത്രികാല ആഘോഷങ്ങളോ വലിയ ആൾക്കൂട്ടങ്ങളോ ഇല്ലാതെ വളരെ മിതമായ രീതിയിലാണ് പ്രദേശവാസികൾ വിവാഹം പോലുള്ള ആഘോഷങ്ങൾ നിലവിൽ നടത്തുന്നത്. തെരുവ് വിളക്കുകളിൽ ചാക്കുകൾ കൊണ്ട് മൂടിയും വെളിച്ചം തടയുന്നുണ്ട്. രാജ്യത്തിലെ നിലവിലെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ കടമകളും വ്യക്തമായി മനസ്സിലാക്കുന്നു. രാത്രികാല ആഘോഷങ്ങൾ ഒഴിവാക്കാനാണ് ഗ്രാമവാസികൾ ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആഘോഷങ്ങളിൽ ബാൻഡ് മേളങ്ങളോ ഘോഷയാത്രകളോ ഡിജെയോ ഉണ്ടായിരിക്കില്ല. ഒഴിവാക്കാനാവാത്ത ആചാരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഗ്രാമവാസിയായ ഒരാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധകാലം മുതൽ അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുമ്പോൾ ഗ്രാമവാസികൾ വെളിച്ചവും ഉച്ചത്തിലുള്ള ആഘോഷ പരിപാടികളും ഒഴിവാക്കാറുണ്ടെന്നും മറ്റൊരു ഗ്രാമവാസി പറഞ്ഞിട്ടുണ്ട്. ഈ വെളിച്ചമടക്കം അതുപോലെ തന്നെ ശബ്ദമൊക്കെ തന്നെ ശത്രുക്കൾക്ക് വളരെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനം ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അന്ന് മോക്ക് ഡ്രില്ലിന്റെ സമയത്തും നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഔട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായി അത് അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷിക്കും ആഭ്യന്തര ഉപയോഗത്തിനുമാണ് ഗ്രാമങ്ങളിലുടനീളം സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും രാജ്യസുരക്ഷയ്ക്കാണ് തങ്ങൾ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും ചില ഗ്രാമവാസികൾ കൂട്ടിച്ചേർത്തു. ഏതായാലും ഈ ഒരു ആക്രമണം നടന്നപ്പോൾ തന്നെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയാണ് ജനങ്ങളൊക്കെ തന്നെ അതിനുവേണ്ടി ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളും അതിനെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും പെട്ടെന്ന് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മാനസികമായൊക്കെ തന്നെ സജ്ജമായി ഇരിക്കാനുള്ള നിർദ്ദേശങ്ങളും കേന്ദ്രം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സമരം അവസാനിപ്പിക്കാൻ കരാറിലെത്തിയെങ്കിലും അതിർത്തിയിലെ സേനാ സന്നാഹം പിൻവലിക്കുന്നതിന് അധിക സമയമെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ ചർച്ചകൾ അനുസരിച്ച് അടുത്ത നീക്കങ്ങൾ തീരുമാനിക്കപ്പെടും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും അത്തരത്തിലുള്ള ഏത് നീക്കവും യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കി. പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ തുടർ നടപടികൾ. ജമ്മു മേഖലയിൽ രാത്രി പാക് പ്രകോപനമുണ്ടായില്ലെന്ന് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്നത്തെ ചർച്ചകൾ ഏതായാലും നിർണായകമാണ്. ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറെന്ന കരവ്യോമ സേനകളും അറിയിച്ചിട്ടുണ്ട്. അതിർത്തി മേഖലകളിലെ സുരക്ഷാ വിലയിരുത്തൽ ജമ്മു കാശ്മീരിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. പാക് ഷെല്ലാക്രമണത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ ഉണ്ടായ നാശനഷ്ടം കണക്കുകൂട്ടാൻ നടപടികൾ തുടങ്ങി. സൈനിക കേന്ദ്രങ്ങളെ വിവരങ്ങൾ ചോർത്തിയെന്ന കേസിൽ 20 ഇടങ്ങളിൽ സംസ്ഥാന അന്വേഷണ ഏജൻസി പരിശോധന നടത്തി. ഇന്ത്യയിലെ ഉന്നതതല യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ധാരണയോടനുബന്ധിച്ച് പുതിയ നിലപാടുകൾ വിലയിരുത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അയവ് വരുത്തിയ നിർണായക തീരുമാനമായിരുന്നു ശനിയാഴ്ച പ്രഖ്യാപിച്ച വെടിനിർത്തൽ. ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്നും പ്രകോപനം തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ്. അതിർത്തിയിൽ സമാധാനത്തിനും ചർച്ചകൾക്ക് മൂന്നാമതൊരു കക്ഷിയുടെ സ്വാധീനമില്ല എന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ കേന്ദ്ര തീരുമാനം അറിയിച്ച വിക്രം മിശ്രയ്ക്ക് നേരെ പിന്നീട് കാത്തിരുന്നത് കടുത്ത സൈബർ ആക്രമണമാണ്. വിക്രം മിശ്രയുടെ അദ്ദേഹത്തിന്റെ മകളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ സൂചിപ്പിച്ചാണ് സൈബർ ആക്രമണം നടന്നത്. ഇതോടെ വിക്രം മിശ്രി തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്തു. സംഭവത്തിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും IAS IPS അസോസിയേഷനും മിശ്രയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി. രാജ്യദ്രോഹിയെന്നും വഞ്ചകനെന്നുമാണ് ചിലർ അദ്ദേഹത്തെ വിളിച്ചത്. ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ശനിയാഴ്ച പാകിസ്ഥാൻ ആക്രമണം തുടർന്നതാണ് പലരെയും പ്രകോപിപ്പിച്ചത്. അതേസമയം വിക്രം മിശ്രയുടെ മകളും ലണ്ടനിൽ അഭിഭാഷകയുമായ ഡിഡോൺ മിശ്രയെയും ചിലർ വിമർശിച്ചു. റോഹിംഗ്യൻ മുസ്ലിമുകൾക്ക് വേണ്ടി കേസിൽ ഹാജരായതിനെയാണ് പലരും ചൂണ്ടിക്കാട്ടിയത്.
അതേസമയം വിക്രം മിശ്രയ്ക്ക് പിന്തുണയുമായി AIMM അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിയും രംഗത്തെത്തി. അതേസമയം വിക്രം മിശ്രയ്ക്ക് പിന്തുണയുമായി AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിയും രംഗത്തെത്തി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാന്യനും സത്യസന്ധനുമായ ഒരു നയതന്ത്രജ്ഞനാണ് വിക്രം മിശ്രി. രാഷ്ട്രീയ നേതൃത്വം എടുത്ത തീരുമാനങ്ങൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്, ഒവൈസി പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ പേരിൽ വിക്രം മിശ്രിയെ കുറ്റപ്പെടുത്തുന്നത് വലിയ തെറ്റാണെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ മേനോൻ റാവു അഭിപ്രായപ്പെട്ടു. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് എന്നിവരുൾപ്പെടെയുള്ള US-ലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാന സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംഘർഷം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടെ വെള്ളിയാഴ്ച രാവിലെ US-ന് ആശങ്കാജനകമായ രഹസ്യ വിവരം ലഭിച്ചു. അതിന്റെ ഗൗരവമാണ് വേഗത്തിലും ഫലപ്രദവുമായ ഇടപെടൽ നടത്താൻ US ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചത്. അതേസമയം ഇവരുടെ ഇടപെടലിൽ നിർണായകമായ ആ രഹസ്യ വിവരങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു. CNN റിപ്പോർട്ട് ചെയ്യുന്നു. നിർണായകമായ രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായും പറയുന്നു. പാകിസ്ഥാനിൽ സൈനിക നേതൃത്വത്തിന് മേൽ സർക്കാരിന് സ്വാധീനമില്ല. ഇന്ത്യൻ തിരിച്ചടി അതിഭയാനകവുമായിരുന്നു. ഇതോടെ പാകിസ്ഥാനെ നയിക്കുന്ന ഭീകര നേതൃത്വം ആശങ്കയിലായി. അതിനിടെ പാകിസ്ഥാന്റെ ആണവ ശേഖരം ഇന്ത്യ തകർത്തുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വികിരണ പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കൻ ശാസ്ത്രജ്ഞർ പാകിസ്ഥാനിലെത്തിയെന്ന് സൂചനയുണ്ട്. ഇതിനൊപ്പം പ്രധാനമന്ത്രിക്ക് സ്വാധീനമില്ലാത്ത പാക് സൈന്യം ആണവായുധം ഉപയോഗിക്കുമെന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ടായെന്നും സൂചനകളുണ്ട്. റാവൽപിണ്ടിയിൽ ഇന്ത്യൻ ആക്രമണം തകർത്തത് തന്ത്രപ്രധാന കേന്ദ്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും ആരും പുറത്തു പറയുന്നില്ല. ഏതായാലും നിലവിൽ ഒരു സമാധാനം തന്നെയാണ് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഉള്ളത്. എന്നിരുന്നാലും കൂടുതൽ സുരക്ഷയ്ക്കായിട്ട് അതിർത്തി മേഖലകളിൽ നിന്ന് സേനയെ ഇപ്പോൾ പിൻവലിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണ് രാജ്യം എത്തി നിൽക്കുന്നത്. എന്നിരുന്നാലും പാക്കിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ടൊരു നീക്കമുണ്ടായാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്.